2025 തുടങ്ങുമ്പോൾ തന്നെ ജനങ്ങൾ ഏറ്റെടുത്ത കാര്യമാണ് ഹണിറോസ് ബോച്ചെ വിഷയം. നടിയും മോഡലുമായ ഹണിറോസ് ബോച്ചയുടെ വിവിധ ഷോറൂമുകൾ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയും ആ സമയത്ത് അവർ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ പേരിൽ ബോച്ചെ സ്ഥിരമായി ഹണിറോസിനെ അപകീർത്തിപ്പെടുത്തുകയും അതിന്റെ പേരിൽ അവർ കൊടുത്ത പരാതിയിന്മേൽ പോലീസ് ബോച്ചയെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി. ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പൊല്ലാപ്പുണ്ടാക്കിയ ആളാണ് രാഹുൽ ഈശ്വർ. നിരന്തരം ഹണിറോസിനെ വിമർശിച്ചുകൊണ്ടുള്ള രാഹുലിന്റെ ചർച്ചകൾ ചാനലുകളിൽ വലിയ ഓളമാണ് സൃഷ്ടിച്ചിരുന്നത്. എന്നാൽ ഇതിലൊക്കെ തനിക്കുള്ള എതിർപ്പുമായി രാഹുൽ ഈശ്വറിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് വേറെ ആരുമല്ല, രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ദീപ രാഹുൽ ഈശ്വർ തന്നെയാണ്. ഹണിറോസ് വിഷയത്തിൽ രാഹുലിനെതിരെ വിമർശനം ഉയർത്തുന്നവരിൽ പലരും ചോദിച്ചത് രാഹുലിന്റെ ഭാര്യ ദീപയ്ക്ക് ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് ഉള്ളതെന്നായിരുന്നു. വസ്ത്ര സ്വാതന്ത്ര്യത്തെ കുറിച്ച് എന്തുകൊണ്ടാണ് ദീപ മൗനം പാലിക്കുന്നതെന്ന ചോദ്യങ്ങളും ഉയർന്നു. ഇപ്പോഴിതാ ഇക്കാര്യത്തിൽ ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിന് നൽകിയ ദീപയുടെ അഭിമുഖം വൈറലായിരിക്കുകയാണ്. താൻ ഹണിറോസിനെ പോലെ വസ്ത്രം ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾ ആണെന്ന് പറയുന്ന ദീപ ഉദ്ഘാടനത്തിനൊക്കെ വരുമ്പോൾ ഒരു സെലിബ്രിറ്റി കൂടിയായ ഒരാൾ ഇങ്ങനെയല്ലാതെ വേറെ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടതെന്ന് കൂടി ചോദിക്കുന്നു. പക്ഷെ പ്രശ്നം അതല്ല. നമ്മൾ ഒരു വസ്ത്രം ധരിക്കുമ്പോൾ ആളുകൾ നല്ലത് മാത്രമേ കരുതാവൂ എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല. നമ്മൾ ഇഷ്ടത്തിന് വസ്ത്രം ധരിക്കുന്നത് പോലെ അവരവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനും സ്വാതന്ത്ര്യമുണ്ട്. അത് മറക്കാൻ പാടില്ല. ആളുകൾ രണ്ട് രീതിയിലാണ് ഇതിനെ എടുക്കുന്നത്. ചിലർ അതിനെ ബോൾഡ്നെസ് ആയി കണക്കാക്കിയാൽ മറ്റു ചിലർ അതിനെ ഇതെന്ത് വേഷമാണെന്ന് വിമർശിക്കും. നമ്മൾ ഇതിൽ രണ്ടും കേൾക്കാൻ തയ്യാറായിട്ട് വേണം മുന്നോട്ട് പോവാൻ. പക്ഷെ ഈ വിഷയത്തിൽ ഹണിറോസ് കേസ് കൊടുത്തത് ശരിയായില്ല. താനാണെങ്കിൽ അങ്ങനെ ഒരു കേസ് കൊടുക്കില്ല എന്നും ദീപ പറഞ്ഞു. ഹണിറോസിന്റെ അഭിമുഖങ്ങളിലൊക്കെ അവർ വളരെ നിഷ്കളങ്കയാണ്. അങ്ങനെ ഒരാൾ രാഹുൽ വിഷയത്തിൽ ഡിപ്രഷനിലൊക്കെ പോയി എന്ന് കേട്ടപ്പോൾ വല്ലാതെ പേടിച്ചു താനെന്നും ദീപ പറയുന്നു. ഹണിറോസിന് വസ്ത്രം ധരിക്കുന്ന കാര്യത്തിലുള്ള ബോൾഡ്നെസ് സ്വഭാവത്തിലില്ല എന്നാണ് തോന്നുന്നത്. രാഹുൽ ഈശ്വറിന്റെ ചില സ്വഭാവങ്ങളിൽ ദീപ വളരെയധികം അസ്വസ്ഥയാണെന്നാണെന്ന് തോന്നുന്നത്. രാഹുൽ മലയാളി ഹൗസിൽ പോയതൊക്കെ രാഹുലിന്റെ സ്വന്തം തീരുമാനം മാത്രമാണെന്ന് പറയുന്ന ദീപ അതിന് വീട്ടിലുള്ളവർ എല്ലാവരും എതിരാണെന്ന് കൂടി കൂട്ടിച്ചേർത്തു. എന്നിട്ടും അയാൾ പോയി. കാരണം ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് രാഹുൽ. അതിന്റെ അനന്തരഫലങ്ങൾ എന്തു തന്നെ ആയാലും അത് സ്വീകരിക്കാനും രാഹുലിന് മടിയില്ല. ആദ്യത്തെ ഒരാഴ്ചയ്ക്ക് ശേഷം മലയാളി ഹൗസിലെ ആ പ്രോഗ്രാം കാണാൻ പോലും ദീപ മെനക്കെട്ടിട്ടില്ല. കാരണം അയാൾ അവിടെ കാട്ടിക്കൂട്ടിയതൊന്നും ഒട്ടും ശരിയായ കാര്യങ്ങളല്ല. രാഹുൽ ഇതൊന്നും അറിയുന്നില്ലാത്തത് കൊണ്ടായിരിക്കുമെന്ന് കരുതി വീട്ടിലൊരു എമർജൻസി എന്ന് പറഞ്ഞ് സൂര്യ ടിവിയിൽ വിളിച്ച് കെയർഫുൾ ആയിരിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ടും ചങ്കരൻ തെങ്ങുമ്പോൾ തന്നെ എന്ന് കണ്ടപ്പോഴാണ് അതെല്ലാം അയാളുടെ പ്ലാൻ പ്രകാരം നടന്ന കാര്യങ്ങൾ തന്നെയാണെന്ന് മനസ്സിലായത്. പിന്നെ വിളിക്കാനും തോന്നിയില്ല, ആ പ്രോഗ്രാം കാണാനും തോന്നിയില്ല. രാഹുൽ എന്താണെന്ന് തനിക്ക് അറിയാമെന്നും പറഞ്ഞ ദീപ തങ്ങൾക്കിടയിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂവും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും വ്യക്തമാക്കുന്നു.